ദൈവത്തിന് സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട ഈ പ്രഭാതത്തെ ഓർത്ത് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. ഈ രാവിലെയുള്ള ചിന്തയ്ക്ക് വേണ്ടി ലൂക്കോസ് വിശേഷം 18-ാം അധ്യായം 7-ഉം 8-ഉം വാക്യങ്ങൾ വായിക്കുന്നു. ലൂക്കോസ് 18-ാം അധ്യായം 7-ഉം 8-ഉം വാക്യങ്ങൾ. ദൈവമോ രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന തൻ്റെ വൃതന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവൻ ആയാലും അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കയില്ലയോ? വേഗത്തിൽ അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. എന്നാൽ മനുഷ്യപുത്രൻ വരുമ്പോൾ അവൻ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ എന്ന് കർത്താവ് പറഞ്ഞു. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട തിരുവചനത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കാം. ദൈവത്തിൻ്റെ ആത്മാവ് ഈ രാവിലെ നമ്മോട് ഇടപെടട്ടെ. ദൈവസന്നിധിയിൽ തീരുമാനത്തോടെ ജീവിക്കുന്ന ദൈവ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് ഈ വാക്യത്തിനകത്ത് വ്യക്തമാക്കുകയാണ്. രാത്രിയും പകലും പ്രാർത്ഥിക്കുന്ന എന്ന് പറഞ്ഞാൽ ജീവിതത്തിൻ്റെ എല്ലാ സാഹചര്യങ്ങളിലും എല്ലാ സമയങ്ങളിലും പ്രാർത്ഥനയ്ക്കും ആരാധനയ്ക്കും പ്രാധാന്യം കൊടുക്കുന്ന ദൈവജനം, അവരുടെ കാര്യത്തിനകത്ത് ദൈവം ഇടപെടുന്ന വിധങ്ങളെക്കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. തൻ്റെ വൃതന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവൻ ആയാലും, ഒരുപക്ഷേ പ്രാർത്ഥിക്കുകയും ദൈവസന്നിധിയിൽ സമർപ്പിക്കുകയും ചെയ്യുന്ന വിഷയത്തിനകത്ത് അന്ന് തന്നെ മറുപടി ലഭിച്ചില്ലെങ്കിൽ കൂടി ഈ വാക്യത്തിനകത്ത് എഴുതിയിരിക്കുന്നു, ദൈവം പ്രവർത്തിക്കാതിരിക്കത്തില്ല. പ്രിയരെ, എത്ര സന്തോഷവും ആനന്ദവും പ്രദാനം ചെയ്യുന്ന വാക്യമാണിത്. നിശ്ചയമായിട്ടും ഈ ദിവസങ്ങളിൽ ദൈവസന്നിധിയിൽ സമർപ്പിച്ച, ദൈവത്തോട് പ്രാർത്ഥിച്ച ചെറുതും വലുതുമായ സകല വിഷയങ്ങളുടെ മീതെയും ദൈവപ്രവൃത്തി വെളിപ്പെടുമെന്നാണ് ഈ വാക്യം ഉറപ്പായിട്ട് നമ്മോട് പറയുന്നത്. നിശ്ചയമായിട്ടും ഇന്ന് രാവിലെയും തീരുമാനമുള്ളവരും ദൈവാരാധനയ്ക്ക് ജീവിതത്തിൽ പ്രാധാന്യം കൊടുക്കുന്നവരും ദൈവത്തെ സ്നേഹിക്കുന്നവരും ദൈവസന്നിധിയിൽ കഴിച്ച പ്രാർത്ഥനകൾക്ക് മറുപടിയില്ലാതെ കിടക്കുന്നെങ്കിൽ ബൈബിൾ എഴുതിയിരിക്കുന്നു, അവരുടെ കാര്യത്തിൽ ദൈവം ദീർഘക്ഷമയുള്ളവനായാലും അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കയില്ലയോ? ആമേൻ, സ്തോത്രം. എന്താണോ ചെയ്യേണ്ടത്, എങ്ങനെയാണോ പുറത്തു കൊണ്ടുവരേണ്ടത്, ഏത് നിലയിലാണോ വിഷയങ്ങൾക്ക് പരിഹാരം നൽകേണ്ടത്, ലോകത്തിൽ മറ്റാർക്കും അറിയുന്നതിനേക്കാൾ നന്നായിട്ട് ദൈവത്തിനറിയാം എങ്ങനെ പുറത്തു കൊണ്ടുവരുവാൻ കഴിയുമെന്ന്. എല്ലാ വിഷയത്തിനകത്തും ഒരുപോലെ ദൈവം പ്രവർത്തിച്ചു എന്നല്ല തിരുവചനം എഴുതിയിരിക്കുന്നത്. അഥവാ മനുഷ്യന്റെ ആലോചനയ്ക്കോ ഇഷ്ടത്തിനോ അനുസരിച്ച് ദൈവപ്രവൃത്തി വെളിപ്പെട്ടു എന്നല്ല തിരുവചനം പറയുന്നത്. എന്നാൽ ഓരോ വിഷയത്തിനകത്തും വ്യത്യസ്തമായ നിലകളിൽ മനുഷ്യന് ചിന്തിക്കുവാൻ പറ്റാത്ത വിധത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തിയെ വെളിപ്പെടുത്തുവാനിടയായി തീർന്നു. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ ഏതെങ്കിലുമൊക്കെ വിഷയങ്ങളെ മുൻപിൽ കണ്ട് ഭാരത്തോടും നെടുവീർപ്പോടും കണ്ണുനീരോടുമായിരിക്കുന്ന മുഴുവൻ പേരോടും ഞാൻ പറയാം, പ്രതിക്രിയ നടത്തി രക്ഷിക്കുന്ന ഒരു ദൈവം ഇന്ന് പ്രഭാതത്തിലും നമുക്ക് വേണ്ടി ജീവിക്കുന്നു. ശത്രു എത്ര പ്രബലനായി മുൻപിൽ നിന്നാലും, കാരാഗ്രഹത്തിന്റെ വാതിലുകൾ അടയപ്പെട്ട് കിടന്നത് പോലെ എല്ലാ വഴികളും ഒരുപോലെ അടച്ചാലും കാരാഗ്രഹത്തിന്റെ വാതിൽ കാൽക്കേണ്ടതിന് ശക്തന്മാരായ കാവൽക്കാരെ നിർത്തിയാലും, പ്രിയരെ, തിരുവചനം എഴുതിയിരിക്കുന്നത് ദൈവം തന്റെ സമയത്ത് അപ്പോസ്തലന്മാരെ പുറത്തു കൊണ്ടുവന്നു എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ന് നമ്മളായിരിക്കുന്ന വേദനാജനകമായ പ്രതികൂലങ്ങൾ നിറഞ്ഞ പ്രശ്നങ്ങളുള്ള സാഹചര്യങ്ങളിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ കരുത്തുള്ള ദൈവത്തെയാണ്
നാം സേവിക്കുന്നത് എന്ന് മറന്നു പോകരുത്. എത്ര നന്നായിട്ട് ഈ വാക്യം എഴുതിയിരിക്കുന്നു. രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന വൃതന്മാരുടെ കാര്യത്തിൽ ദൈവം ദീർഘക്ഷമ കാണിച്ചാലും പ്രതിക്രിയ നടത്തി രക്ഷിക്കും. ഞാൻ പറയാം, രക്ഷിക്കാൻ കഴിയാതെ വേണം. ആമേൻ. കരം കുറുകിപ്പോയ ദൈവത്തെയല്ല നാം സേവിക്കുന്നത്. ഏത് ചെങ്കടലിനെയും എത്ര വലിയ യോർദാനെയും നീണ്ടു നിവർന്നു കിടക്കുന്ന മരുഭൂമിയെയും ഒതുക്കുവാൻ കരുത്തുള്ള ദൈവം ഇന്ന് പ്രഭാതത്തിൽ പ്രതിക്രിയ നടത്തി രക്ഷിക്കുമെന്ന് തിരുവചനം എഴുതിയിരിക്കുകയാണ്. ഒരു മാനുഷിക സഹായമില്ലാതെ, ഒരു മാനുഷികമായ ആലോചനയില്ലാതെ തൻ്റെ ജനത്തെ വിടുവിച്ച അനേകം അനുഭവങ്ങൾ തിരുവചനത്തിനകത്ത് എഴുതിയിട്ടുണ്ടെങ്കിൽ പ്രിയരെ, ഇന്ന് പകൽ നമുക്ക് വിശ്വസിക്കാമോ? ഇന്നിൻ്റെ പ്രതികൂലങ്ങളിൽ നിന്ന്, ഇന്നുള്ള പ്രശ്നങ്ങളിൽ നിന്ന് മറുപടിയില്ലാതെ കിടക്കുന്ന ചില പ്രാർത്ഥനാ വിഷയങ്ങൾക്കകത്ത് ദൈവം തൻ്റെ പ്രവൃത്തിയെ വെളിപ്പെടുത്തുക തന്നെ ചെയ്യും. ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. ആമേൻ. പിശാച് മടുപ്പിക്കുവാൻ, പിശാച് വെറുതെ ആമേൻ നിരാശ കൊണ്ടുവരേണ്ടതിന് പ്രതികൂലങ്ങൾ സൃഷ്ടിച്ചാൽ അതിൻ്റെ നടുവിൽ ദൈവജനത്തിനു വേണ്ടി ഇറങ്ങി വന്ന് പ്രവർത്തിക്കുവാൻ കരുത്തുള്ള ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. അടുത്ത വാക്യത്തിന്റെ ആരംഭത്തിൽ എഴുതിയിരിക്കുന്നു, വേഗത്തിൽ അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കും. ഇന്ന് രാവിലെ എന്നെങ്കിലും ചെയ്യുമെന്നല്ല, എപ്പോഴെങ്കിലും ചെയ്യുമെന്നല്ല, സമയം കഴിഞ്ഞു പോകുന്നതിന് മുൻപ്, പ്രായം കഴിഞ്ഞു പോകുന്നതിന് മുൻപ്, നാളുകൾ മുൻപിലേക്ക് കഴിയുന്നതിന് മുൻപ് വേഗത്തിൽ ദൈവത്തിന്റെ പ്രതിക്രിയയും രക്ഷയും വെളിപ്പെടുമെന്ന് ഈ വാക്യത്തിനകത്ത് എഴുതിയിരിക്കുകയാണ്. ഇതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കാമോ? നിശ്ചയമായിട്ടും ഏതെങ്കിലുമൊക്കെ ദൈവപ്രവൃത്തിക്ക് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുന്നെങ്കിൽ, ദൈവിക ഇടപെടലുകൾക്ക് വേണ്ടി കാത്തിരിക്കുന്നെങ്കിൽ, ആവശ്യങ്ങളുടെ മുൻപിൽ കരഞ്ഞ് തളർന്നിരിക്കുന്നെങ്കിൽ വേഗത്തിൽ പ്രതിക്രിയ നടത്തി സ്വർഗസ്ഥനായ ദൈവം രക്ഷിക്കുക തന്നെ ചെയ്യും. എത്രയെത്ര സന്ദർഭങ്ങളാ തിരുവചനത്തിനകത്ത് പറയുവാനായി കഴിയുന്നത്. നമുക്കറിയാം, ഇന്നലകളിൽ നമ്മുടെ കർത്താവ് അത് ചെയ്തെങ്കിൽ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ അത് ചെയ്യുവാൻ, നാളെ അടുത്ത തലമുറയ്ക്ക് വേണ്ടി അത് ചെയ്യുവാൻ നമ്മുടെ ദൈവം ശക്തനാണ്. രോഗത്താലാണോ ഭാരപ്പെടുന്നത്? സാമ്പത്തിക ബുദ്ധിമുട്ടുകളാണോ പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്നത്? ഏതെങ്കിലും മാനുഷിക ബന്ധങ്ങൾ തകർന്ന് ആകുലതയോടെയാണോ ഇന്ന് രാവിലെ ഉണർന്നെഴുന്നേറ്റത്? ഞാൻ പറയാം, അമർത്തേണ്ടതിനെ അമർത്തുവാനും, അടയ്ക്കേണ്ടതിനെ അടയ്ക്കുവാനും, തുറക്കേണ്ടതിനെ തുറക്കുവാനും, സൗഖ്യമാക്കേണ്ടതിനെ സൗഖ്യമാക്കേണ്ടതിനും, പുറത്താക്കേണ്ടതിനെ പുറത്താക്കുവാനും തക്കവണ്ണം അധികാരമുള്ള കർത്താവിനെയാണ് നാം സേവിക്കുന്നത് എന്ന് നിശ്ചയമായിട്ടും മറന്നു പോകരുത്. ദൈവപ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടട്ടെ. ഞാൻ പറഞ്ഞത്, വേഗത്തിൽ പ്രതിക്രിയ നടത്തി രക്ഷിക്കുന്ന ദൈവം ഇന്ന് രാവിലെ ആ ദൈവപ്രവൃത്തിക്ക് വേണ്ടി നിങ്ങൾ കൊതിക്കുകയാണോ? ആഗ്രഹിക്കുകയാണോ? നിശ്ചയമായിട്ടും ദൈവം അത് ചെയ്യുക തന്നെ ചെയ്യും. പഴയ പുതിയ നിയമങ്ങൾ വായിച്ചാൽ ആമേൻ, തൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി ദൈവം ചിലത് പ്രവർത്തിച്ചു എന്ന് തിരുവചനത്തിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ബൈബിൾ അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, തന്നിൽ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി മനുഷ്യപുത്രന്മാർ കാണുകേ നീ പ്രവർത്തിച്ച നിന്റെ അത്ഭുതങ്ങൾ. ആമേൻ. നാട്ടുകാരും വീട്ടുകാരും കുടുംബക്കാരും ഒറ്റപ്പെടുത്തി ഭാരത്തോടെ നിങ്ങൾ ഈ സന്ദേശം ശ്രദ്ധിക്കുന്നെങ്കിൽ, പരിശുദ്ധാത്മാവിൽ ഞാൻ പറയാം, ചിലത് ചെയ്യുവാൻ ഇന്ന് രാവിലെ കർത്താവിന് കഴിയും. ബലമുള്ള കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാമോ? പ്രതിക്രിയ നടത്തി രക്ഷിക്കേണ്ടതിന് സ്വർഗമിടപെടുന്ന ആമേൻ, യേശു ഇടപെടുന്ന അത്ഭുതത്തിന്റെ പകലായി തീരട്ടെ. നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാമോ? പരിശുദ്ധ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട വാഗ്ദത്ത വചനത്തിനായി സ്തോത്രം. ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഈ തിരുവചനം അനർത്ഥമായി തീരട്ടെ. ദൈവത്തിന്റെ പ്രവൃത്തികൾ വെളിപ്പെടട്ടെ. പ്രതിക്രിയ നടത്തി രക്ഷിക്കുന്ന ദൈവത്തിന്റെ കരം അനുകൂലമായി ഇന്ന് പകൽ വെളിപ്പെടുന്നത് കൊണ്ട് നന്ദി. തിരുകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു.
അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ. ഓക്കെ, ഗോഡ് ബ്ലസ് യു. ദൈവമായ കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ, ആമേൻ.